ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കണ്ട പടം ബത്ലഹേം കുടുംബ യൂണിറ്റ്. യെസ്, ഡയറക്ടഡ് ബൈ ഗിരീഷ് ഏടി. മനസ്സ് നിറഞ്ഞൊരു പടം. നിവിൻ പോളിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഓണം എന്തായാലും വേറെ എതിരാളികളില്ലാതെ നിവിൻ പോളി തന്നെ നമ്മള് കുടുംബ യൂണിറ്റ് തൂക്കിയിട്ടുണ്ട് ഓണം. സോ അടിപൊളി പടാണ്, എല്ലാവരും പോയി കണ്ടോളൂ, വേറെ ഒന്നും പറയുന്നില്ല അല്ലെ. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഒക്കെ അടിപൊളി. കുറെ ചിരിക്കാനുണ്ട്. അത് ഒരിക്കലും നമ്മൾ സ്ക്രിപ്റ്റിന്റെ ഉള്ളിലേക്ക് തമാശ വേണല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള തമാശകളോ കോമഡിയോ ഒന്നും അല്ല. ഓട്ടോമാറ്റിക്കലി വരുന്ന നല്ല, ഇപ്പൊ നമ്മള് പറഞ്ഞ അടുത്തുള്ള വീട്ടിലത്തെ ഒരു ചേട്ടൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അതായത് പക്കത്ത് വീട്ട് പയ്യൻ എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് സാധനമാണ് നിവിൻ പോളി. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മമിതയാണെങ്കിലും പഴയൊരു നിവിൻ പോളിയുടെ സെയിം പോലെ തന്നെ തോന്നി. നമുക്ക് എന്താ പറയാ, നമുക്ക് സദ്യ ഒക്കെ കഴിച്ചിട്ട് ഒരു പായസം കുടിക്കുമ്പോ ഒരു സുഖം കിട്ടുന്നില്ലേ, ആ ഒരു സുഖമാണ് ഈ സിനിമ കാണുമ്പോൾ കിട്ടുക. അതെ അതെ അതെ, അത് ഗിരീഷ് ഏടിയുടെ ഒരു സ്ക്രിപ്റ്റിന് തന്നെയാണ് കേട്ടോ. ആൾക്കറിയാലോ, പ്രേമലും ആണെങ്കിലും എല്ലാ സിനിമയിലും ചെയ്തിട്ടുള്ള പോലെ തന്നെ സെയിം ഒരു റോം കോം ജോണറിൽ തന്നെയാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയും മമിതയും സംഗീത്, ശ്യാം, അവരെല്ലാരും, സുരേഷ് കൃഷ്ണ, എല്ലാരും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന, അടിച്ചു പൊളിക്കാൻ പറ്റുന്ന അടിപൊളി പടം. എന്തായാലും കണ്ടോളൂ, നന്നായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.